നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. പരിശുദ്ധ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തണേ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനകത്തും പുറത്ത് നടന്ന 10,000-കണക്കിന് ആരാധനയുടെയും ധ്യാനത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്ന നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire fingers, soak with the precious blood, Lord, infuse your spirit, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless and hallelujah. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവെ, സന്ധിബന്ധങ്ങൾ പത്താൻ്റെ നിറയട്ടെ. കർത്താവെ, മാംസപേശികളിലെ കർത്താവിൻ്റെ നിറയട്ടെ. എല്ലാ രോഗികളും പീഡിതരും കിടപ്പ് രോഗികളും മനസ്സിടിഞ്ഞു പോയവരും ഹൃദയം തകർന്നു പോയവരുടെ മേൽ കർത്താവിൻ്റെ തടയൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഒഴുകട്ടെ. കർത്താവെ, നീ കുഞ്ഞുങ്ങളെ മക്കളെ ആശീർവദിക്കണമേ. പരീക്ഷ കുഞ്ഞുങ്ങളെ പ്രത്യേകം നീ ഏറ്റെടുക്കണം. കർത്താവെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളോട് ചെയ്യേ, മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ പറ്റാത്ത മനുഷ്യരുടെ കർത്താവെ, അവരെല്ലാം ആശീർവദിക്കുന്ന കർത്താവെ, മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളെ നിൻ്റെ തിരുമുറിവാർന്ന വർദ്ധികര അനുഗ്രഹത്തിൻ്റെ വലുത് അഭിഷേകകരം കർത്താവെ, അവരുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരുണ കർത്താവെ, നിൻ്റെ ഓരോ ഭവനത്തിലേക്ക് നീ കയറി ചെല്ലണമേ. കർത്താവ്, ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവെ, ഇന്നലെ വഴക്കിട്ട് ഉറങ്ങിയവർ, സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ എല്ലാവരുടെയും കൂടെ കർത്താവിൻ്റെ ചൈതന്യം ഉണ്ടാകട്ടെ.
കർത്താവേ, പരസ്പരം വഴക്കിട്ടവർക്ക് പരസ്പരം നല്ല മാനസാന്തം നൽകി അവരെ ഐക്യപ്പെടുത്തണമേ. ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവസ്നേഹത്തിൽ അവരെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ് നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, താമസം, യാത്ര, സംരംഭങ്ങൾ, സംസാരങ്ങൾ, ഉദ്യോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ഇന്ന് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എടുക്കാൻ പോകുന്നവർ, ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് ആർക്കും സങ്കടമില്ലാതെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനം കിട്ടി അവർക്ക് മേൽഗതി കിട്ടിയതായിട്ട് കർത്താവെ അവർ അങ്ങയുടെ നാമത്തെ സന്തോഷിക്കാൻ ഇടയാക്കണമേ. കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ റെഡിമെയ്ഡ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, റെഡി ടു ഈറ്റ് എന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ദൈവതിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ചില സമയത്ത് പ്രതീക്ഷിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിലുള്ള മൗനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ ഒരു മൗനം പാലിക്കണ കാണാം. ഈശോക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ്. അതിൻ്റെ സമയമായില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് മൗനം പാലിക്കും. കാനായിലെ കല്യാണത്തിലും അങ്ങനെ ഈശോ മൗനം പാലിച്ചായിരുന്നേ. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോൾ 2:3 യോഹന്നാൻ്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്? മൗനമാണ്. നെഗറ്റീവാണത്. ആ അമ്മയുടെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് അടിച്ചതിന് ശേഷം അത് മൗനമാണ്. പിന്നെ ഈ മൗനത്തിൻ്റെ ഗ്യാപ്പാണ് അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത്. മൗനത്തിൻ്റെ ഗ്യാപ്പില്ലേ, ഈശോയുടെ മൗനത്തിൻ്റെ ഗ്യാപ്പ്, അത് നെഗറ്റീവ് സൈലൻസാണ്. അതിൻ്റെ ഗ്യാപ്പ് അമ്മയുടെ സ്പേസായിട്ട് എടുക്കും. അതുകൊണ്ടാണ് ആ സ്പേസിൽ എന്ത് കോൺവെർസേഷൻ നടക്കണമെന്ന് ബൈബിൾ പറയത്തില്ല. പക്ഷെ നമ്മൾ കാണുന്നത് പിന്നീട് കലവക്കാരെല്ലാം ഈ വീഞ്ഞ് ഭരണികളിൽ വെള്ളം നിറക്കാൻ ഈശോ പറയുന്നതാണ്. അത് നമ്മൾ യോജിക്കണില്ല. എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാധാനം ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് അവരത് മാർജിനിട്ട് സംസാരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ മൗനമാണുള്ളത്. ഈ മൗനത്തിൻ്റെ ഇടയിലെ സ്പേസ് അമ്മയുടെ സ്പേസാണ്. അമ്മ ഇടപെടുന്ന സ്പേസാണ്. അമ്മയും അതിനോട് മൗനമായിട്ട് തന്നെ ആയിരിക്കും ഇടപെട്ടിട്ടുള്ളത്. ഒരു സൈലൻറ്റ് മീഡിയേഷൻ മറിയത്തിന് സാധ്യമാണ്. അമ്മയുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ഈശോ ഇനി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണിക വെള്ളം നിറക്കാൻ പറയുന്നത്. അപ്പോൾ ഈശോയുടെ സൈലൻസ് ഉണ്ട്, മാതാവിൻ്റെ സൈലൻസ് ഉണ്ട്. ഇത് നെഗറ്റീവ് സൈലൻസ് ഉണ്ട്, പോസിറ്റീവ് സൈലൻസും ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് സൈലൻസാണ്. ആ ഒരു രോഗിയുണ്ടല്ലോ, ആരാണ്? മത്തായിയുടെ സുവിശേഷം 15:23 എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. മൗനം പാലിച്ച്. ആരാണ് ഈ സംഭവം അറിയാവാ? കാനങ്കാരി പിശാച് ബാധിച്ചെന്ന്, മകൾക്ക് പിശാച് ബാധിച്ചെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരും. പക്ഷേ ഈശോ അതിനെ ഒരു വാക്കും പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ഒരു സൈലൻസാണ്. ഇത് സൈലൻസ് ഓഫ് ജീസസ് ഭയങ്കരമാണ്. അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് അർത്ഥങ്ങളുണ്ട്. എന്താണ് അർത്ഥം പറയണത്? ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത്. ഇത് അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിലേ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്ലെയിം ഇല്ലെന്ന് പറയും. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാനം പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ്. നോ ക്ലെയിം പ്ലീസ്. അതിൻ്റെ കാരണം എന്താണ്? മക്കളുടെ അപ്പമാണെന്ന്. മക്കളുടെ അപ്പമാണ്, അതാണ് ക്ലെയിം. നിങ്ങൾക്കുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാരാണ്? മക്കൾ വിശ്വാസികളല്ലേ. അപ്പോൾ അവൾ വിശ്വാസികളല്ലെന്നല്ല പറഞ്ഞത്. കർത്താവിന് അവളിൽ പിശാചിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല. അത്രയും അവൾ വളർന്നിട്ടില്ല. ചുമ്മാ കാഷ്വലായിട്ട് ആരൊക്കെ പറഞ്ഞ് രക്തസാരോ സുഖപ്പെട്ട് കാനായി വെള്ളം വീഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോൾ പാവപ്പെട്ടവളെ പിടച്ചല്ലി വന്നതാണ്. പക്ഷേ ആസ്തി കൊടുക്കാനുള്ള ആസ്തിയില്ല. നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നൊക്കെ ഈശോ ചോദിക്കണില്ലേ? ഇപ്പം കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇല്ലെങ്കിലും വിശ്വാസം വേണ്ടേ? ഇതിന് പറ്റിയ വിശ്വാസമുണ്ട്. തക്ക വിശ്വാസം എന്ന് ബൈബിളിലുണ്ട്. തക്ക വിശ്വാസം.
സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് മുടന്തനോട് എഴുന്നേറ്റ് മധ്യത്തിൽ നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14 അധ്യായം 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അതാണ് സംഭവം. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. വിശ്വാസം എന്നല്ല അവിടെ പറയണത്, തക്ക വിശ്വാസം. അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഇതാണ് സംഭവം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കാനൻകാരിക്ക് സംഭവിച്ചിരിക്കുന്നത്, അവള് കർത്താവിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവളുടെ കയ്യിലില്ല. ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയണത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുത്ത് വിഹിതമല്ല. അത് യഹൂദന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണതല്ല, ഈശോ കാഴ്ചപ്പാടല്ലത്. പക്ഷേ അവളതിനെ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ്. കർത്താവേ അത് ശരിയാണെന്ന്, അവളെ തെറ്റാണെന്നില്ല പറഞ്ഞാൽ അത് ശരിയാണ്. എന്നാൽ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട്. എന്താണ്? പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോഴാണ് ഈശോ പറയണത്, വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അപ്പോഴാണ് തക്ക വിശ്വാസം ഉണ്ടായത്. എളിമയോടെ വിശ്വാസം ഏറ്റുപറയണം ദൈവത്തെ. അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം. അതാണ് കർത്താവ് മൗനമായിരിക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് മൗനം, അവളോട് ആദ്യം മൗനമായിട്ട്. അപ്പം മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവ് മൗനമായി കാട്ടിട്ട് മാസങ്ങളായി കാണും. അതിൻ്റെ കാര്യം നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. തക്ക വിശ്വാസമാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല മുതൽ മുടക്കുണ്ടാകും. പെയിൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കേണ്ടി വരും. ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും. അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യമുണ്ട് ബൈബിളിൽ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തനം. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, ആരെങ്കിലും വിശ്വസിച്ചാൽ പറ്റത്തില്ല. അവിടുന്ന് അയച്ചവനിൽ തന്നെ വിശ്വസിക്കണം. വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ തക്ക വിശ്വാസം. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിധി വൈപരീത്യങ്ങൾ വരുമ്പോൾ എന്നാൽ കിടക്കുന്ന ചട്ടിങ്കലൊന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. കർത്താവ് തന്നെ അവരെ പ്രകോപിപ്പിക്കാൻ, നായ്ക്കൽ അപ്പം എടുത്ത് പട്ടികളെ കൊടുക്കുകയെന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ വേണേൽ പോകാം, പ്രകോപിപ്പിച്ച് പോകാം. അവർക്ക് തക്ക വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകും. അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ മൗനം പാലിക്കണ കർത്താവ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളുടെ നിലപാട് കറക്റ്റ് ചെയ്യണം. അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ്. നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല. ആ പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനുമല്ല. അങ്ങേ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരും. അത് വെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അതായത് കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവമേ, നീ അവോയ്ഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം നിന്നെ അവഗണിക്കുന്നു, നിന്നെ ഒഴിവാക്കുന്നുവെന്ന് നിനക്ക് തോന്നിയാൽ, ഇഫ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്, നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ
14:26 പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളെ അനുസ്മരിപ്പിച്ചു തരും, ഓർപ്പിച്ചു തരും. ഇവിടെയാണ് വി ക്യാൻ മൂവ് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. സ്തുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് നൽകണമേ. ചേർന്ന് പാടാം. സഹായകനായ പരിശുദ്ധാത്മാവേ, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. അതായത് യോഹന്നാൻ 14:26 ഏറ്റുപറഞ്ഞ്, എന്നാൽ എന്റെ നാമത്തിൽ ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിലൊന്നാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. ഇപ്പോൾ തോമസിലെ പരിശുദ്ധാത്മാവ് ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്ന പുലിവാലുണ്ടായാൽ പോരാ. തോമസ് ഈ വിഷയത്തിൽ കത്തിക്കാളേണ്ടതാണ്. കാര്യം 2-3 പ്രാവശ്യം തോമസ് ഇല്ല, കർത്താവ് വന്നപ്പോൾ തോമസ് ഇല്ല. തോമസ് അവർക്കുള്ള ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. കാര്യം അദ്ദേഹമാണ് ധൈര്യമുള്ള ആൾ കൂടുതൽ. അപ്പോൾ അപ്പോസ്തല സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ അവോയ്ഡിങ് ഉണ്ടാകുന്നത്. യു മസ്റ്റ് സെൻസ് ദിസ് പോയിന്റ്. മനസ്സിലായില്ലേ? ഈ അപ്പോസ്തലന്മാരെ മുഴുവനും 10 പേരെ തിരിപോരണ്ടേ? അവർ കഥ കടച്ചിരിക്കുകയല്ലേ? അവരുടെ തലവട്ടം കണ്ട കൊയ്തുകളെ അവർ അവിടെ. പിന്നെ ഇവർക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കണം ആരാ? തോമസാ. അദ്ദേഹം പുറത്തു പോയി. കുറേ പ്രേക്ഷിതർ ചില സമയത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയും, അച്ഛാ കർത്താവേന്നും പറഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ അച്ഛാ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കും. ദാറ്റ്സ് കറക്റ്റ്. തോമസാണ് ആദ്യം ചോദിച്ചത്. ആ ചോദ്യം തോമസാണ് ചോദിച്ചത്. കാര്യം ജീവൻ പണയം വെച്ച്, പണ്ട് ജീവൻ പണയം വെക്കാമെന്ന് പറഞ്ഞതാണ് ഈ മനുഷ്യൻ. ആർക്ക്? കർത്താവിന് വേണ്ടി. നമുക്കും പോയി അവനോടുകൂടി മരിക്കാമെന്ന് പറഞ്ഞ 11:28 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11:28 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഇപ്പോഴേ അവൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി അവൻ മരിക്കാൻ പോയിരിക്കുക. ദാറ്റ് ഇസ് തോമസ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ അപ്പോസ്തല സമൂഹത്തെ തോമസ് നിലനിർത്തിയത്. ജീവൻ പണയം വെച്ചുകൊണ്ട്. പക്ഷേ ദൈവം അവനെ അവോയ്ഡ് ചെയ്തു. അതാണ് പ്രശ്നം. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ, സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും സമർപ്പണങ്ങൾ കൂടുമ്പോൾ, യു വിൽ ബി അബാൻഡൻഡ്. നീ അവോയ്ഡ് ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട് കാണപ്പെടും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ പിതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എല്ലാ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നിങ്ങൾ മനസ്സിലായി എങ്ങനെ തോമസ് സഹിക്കും. തണ്ടും ത്രാണിയും തകർന്ന് തരിപ്പണമായി ഇവിടെ എത്തുമ്പോൾ, വേർത്തൊലിച്ച് പരവേശമായിട്ട് ഇവിടെ എത്തുമ്പോൾ, ഇവിടേക്കുള്ള അണ്ണന്മാരെല്ലാം പറയണം ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടെന്ന് പറയുമ്പോൾ തോമസ് എന്ത് റെസ്പോൺസ് ചെയ്യണം? പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒന്നും റെസ്പോണ്ട് ചെയ്യണ്ട, നീ ഒന്നും മിണ്ടരുത്. എന്താ മിണ്ടാത്തതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, പഠിപ്പിക്കുകയാണ്. തോമസിനെ പഠിപ്പിച്ചു. 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. തോമസ്, യു ഫെൽറ്റ് ദാറ്റ് യു ഹാവ് അബാൻഡൻഡ്.
നിനക്ക് തോന്നി കർത്താവ് നിന്നെ അവോയ്ഡ് ചെയ്ത പോലെ. പരിശുദ്ധാത്മാവ് പറയാം, അങ്ങനെയല്ല തോമസ്, നിന്നെ വലിയ ഇൻറ്റിമസിയിലേക്ക് ആളെ വിളിക്കുക. അവൻ്റെ നെഞ്ചത്തെ തൊടാൻ, ഹൃദയത്തെ തൊടാനുള്ള ഇൻറ്റിമസിയിലേക്ക് നിന്നെ വിളിക്കുകയാണ്. ദൈവവേദനേ, നിന്നെ അവോയ്ഡ് ചെയ്തു, അവഗണിച്ചു എന്ന് തോന്നുമ്പോൾ നീ യഥാർത്ഥ പ്രേക്ഷിതനാണെങ്കിൽ നിനക്ക് പ്രത്യാശയും സന്തോഷം ഉണ്ടാകും. എന്താ കാരണം? പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. തോമസിനോട് കർത്താവ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ചതി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുദ്രാന്മാരെയും കർത്താവിനെയും കർത്താവേ പോപ്പിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം തിരസ്കരണങ്ങൾ വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിർത്താൻ കൃപ നൽകണമേ. യോഹന്നാൻ 16:14. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. യോഹന്നാൻ 16:14. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കാം. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഫാന്റാസ്റ്റിക്. തോമസിനോട് പറഞ്ഞതാണ്, തോമസ്, യു സീംസ് ടു ബി അവോയ്ഡഡ്. നീ കർത്താവ് നിന്നെ അവഗണിച്ച പോലെ തോന്നുന്നു. അല്ല തോമസ്, അവൻ്റെ നെഞ്ചത്ത് ഹൃദയത്തെ കൈവെക്കാൻ നിന്നെ അവൻ മൗനമായി വിളിക്കുകയാണ്. അതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. ഒരു പക്ഷേ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹോളി സ്പിരിറ്റ് നിറഞ്ഞ ആളാണ് പെന്തക്കോസ്തേക്ക് മുമ്പേ. എന്താണ്? അവനോടാണ് കർത്താവ് പറഞ്ഞത് വരാനിരിക്കുന്ന കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, തോമസ്, കർത്താവിൻ്റെ നെഞ്ചത്തെ തൊടാൻ പുനരുദ്ധാനത്തിന് ശേഷം ആരും അനുവദിച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് ദ മേരി മഗ്ദലിൻ. അവൻ കർത്താവിലേക്ക് ആഞ്ഞപ്പോൾ പറഞ്ഞു, ഡോണ്ട് ടച്ച് മീ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ബട്ട് തോമസ്, യു എലോൺ, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ചാൻസ്. നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നു. എന്താണ്? വരൂ തോമസ്, നീ എൻ്റെ നെഞ്ചത്തൊടുവെന്ന് പറയുന്ന ഇൻറ്റിമസി. ഇറ്റ്സ് കോൾഡ് ഇൻറ്റിമസി. അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് വേണം സഹോദരങ്ങളെ. ആ പരിശുദ്ധാത്മാവാണ് എന്തുകൊണ്ട് അവഗണിച്ചപോലെ തോന്നുന്നു അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അത് കർത്താവിൻ്റെ ഹൃദയത്തിലെ തൊടുന്നതിന് വേണ്ടി ഒരു ദൈവവിളിയിലേക്ക് കോൾ ടു ഇൻറ്റിമസി. ഈ ഇൻഡിഫറൻസ് എന്തുകൊണ്ട് നിനക്ക് ഫീൽ ചെയ്യുന്നു? ബിക്കോസ് യു ആർ കോളിംഗ് ടു ഇൻറ്റിമസി. എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു? ആത്മബന്ധം അടുത്ത് വരുന്നു. ആത്മബന്ധത്തിലേക്ക് കർത്താവ് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നതായിട്ട് നിനക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവത്തിലെ പ്രേക്ഷിതേ, ദൈവത്തിലെ പുരോഹിത, സന്യസ്ത സമർപ്പിതരെ, കർത്താവിൻ്റെ വചനം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് തോന്നിയാൽ there is a chance to intimacy. കർത്താവിൻ്റെ ഹൃദയത്തെ തൊടാൻ കർത്താവ് കരുതി വയ്ക്കുന്നു, കർത്താവ് കരുതി കാത്തിരിക്കുന്നു. അതിൻ്റെ അനുഭവങ്ങളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഹൃദയത്തെ ഞങ്ങൾ സ്പർശിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ കാരുണ്യത്തിലേക്ക് നോക്ക്. ഇതാ ഈശോ ഹൃദയം തുറന്നു വന്നിരിക്കുകയാണ്. ഈശോയെ സ്പർശിക്കുക. എല്ലാവരും ചേർന്ന് ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു
പരമദിവ്യകാരുണ്യത്തിന് ഈ അവോയ്ഡിങ്ങിൻ്റെ സമയമില്ലേ, അവഗണിക്കപ്പെടുമെന്ന് തോന്നണ സമയമില്ലേ, ഇതാണ് ഇടർച്ചയുടെ സമയം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ സാധ്യതയുള്ളൊരു വിഷയമാണ് ഇടർച്ച. അതെപ്പോഴും എൻ്റെ സൗകര്യം മനസ്സിലാക്കണം. ഇപ്പോൾ 16:1 പറയത്തില്ലേ, ഇപ്പോൾ യോഹന്നാൻ 16:1 നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറുമെന്ന്. യോഹന്നാൻ 16:1 എന്താ വചനം? നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. നിങ്ങൾക്കിടർച്ച ഉണ്ടാവാതിരിക്കാനാണ് ഞാനിത് മുൻകൂട്ടി പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളില്ലേ, അതായത് ഒരു ഇൻറ്റിമസിയുടെ സാധ്യത, ആത്മബന്ധത്തിൻ്റെ സാധ്യത, ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ വിളിക്കുമ്പോൾ അത് ആദ്യത്തെ അടയാളം എന്താണ്? അവോയ്ഡിങ് ആണ്. നിന്നെ അവഗണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവഗണിക്കണ കാലത്ത് നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? യോഹന്നാൻ 16:1 എന്താണ്? നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. കർത്താവ് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ, അല്ലേ? അങ്ങനൊരു വചനമുണ്ട്. എനിക്ക് തോന്നണത് 11 യോഹന്നാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 11:6 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:6. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:6 എന്താ ഈശോ പറയണത്? എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ. അത് ഭയങ്കര വിറ്റാണ്. ഈ സാധാരണ ഒരു മനുഷ്യനല്ല ഇടറിയിരിക്കണത്. യോഹന്നാൻ മാന്താനായ എന്ന് പറയുന്നത് മനുഷ്യനെ ഇടറിയത്. അപ്പോൾ അപ്പോൾ മനസ്സിലായില്ലേ? ഇടർച്ച നിങ്ങളെല്ലാവരും എന്നിൽ ഇടറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിശുദ്ധന്മാരുമുണ്ട്, പ്രവാചകന്മാരുമുണ്ട്. എല്ലാവരും ഇടറാൻ പറ്റിയ ഒരാളാണ് ക്രിസ്തു. ക്രിസ്തുവുമായിട്ടുള്ള എല്ലാ സമീപനങ്ങളും വളരെ പ്രിക്കോഷ്യസ് ആയിരിക്കണം. എന്താ കാര്യം? ദൈവം നമ്മളെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മുമ്പ് ഒരിടർച്ചയുടെ പരീക്ഷ വെച്ചിട്ടുണ്ട്. ഇടർച്ച പരീക്ഷ ക്രിസ്തുവുമായി നമ്മളതിനെ പ്രലോഭനമൊക്കെ പറയും, പക്ഷേ സംഭവം ഇടർച്ച പരീക്ഷ. ഇടർച്ച പരീക്ഷ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയണത്. അതാണ് യോഹന്നാൻ 16:1 പറയണത്. എല്ലാവർക്കും ഇടർച്ച പരീക്ഷ ഉണ്ടാകുമെന്ന്. മെത്രാനും പോപ്പിനും ഒക്കെ ഇടർച്ച പരീക്ഷ ഉണ്ടാവും. ആരെയും അവോയ്ഡ് അപ്പോൾ ആരെയും അവോയ്ഡ് ചെയ്തിട്ടില്ല എൻ്റെ അടുത്തുനിന്ന്. നിങ്ങളെല്ലാവരും എന്നെ ഇടറും. പിന്നെന്താണ് കർത്താവിൻ്റെ ആഗ്രഹം? ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കർത്താവിൻ്റെ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. കാര്യം ഇടർച്ച വരാതിരിക്കാനുള്ള മെയിൻ പ്രധാനപ്പെട്ട നടപടികളൊന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുകയാണ്. കാര്യം പക്ഷേ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ എപ്പോഴും നമുക്ക് പറ്റത്തില്ല. എന്താ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യന് വേദന വരത്തില്ലേ? രോഗം, വേദന, തെറ്റിദ്ധാരണ, അവഗണന, ഇങ്ങനെ ഉള്ളം നീറ്റുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ വരുമ്പോൾ ഈ മുൻകൂട്ടി പറഞ്ഞ കാര്യം മറന്നുപോകും. അഥവാ ഈ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറപ്പിക്കണ രീതിയിലാണ് ജീവിതത്തിൽ ഇടർച്ച പരീക്ഷ വരണത്. നമ്മളെല്ലാം പറയും അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്, ഞാൻ അപ്പോൾ മറന്നു എന്ന് പറയും. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണെന്ന് പറയും. എടി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇടി ഉണ്ട് ഉണ്ട്, ബൈബിളിൽ ഇങ്ങനെ ഇല്ലടി ഉണ്ട്, ഞാനപ്പോൾ മറന്നുപോയി. മുൻകൂട്ടി പറഞ്ഞ കാര്യം മറന്നു പോകും. ഈ യോഹന്നാൻ മാന്താനോട് എന്തെല്ലാം കാര്യം മുൻകൂട്ടി പറഞ്ഞതാ, എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. യോഹന്നാൻ മാന്താന തന്നെ ഈശോനോട് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കണത്? ഐസയ്യാ 53 പറഞ്ഞിരിക്കണത്. മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ അത്? യോഹന്നാൻ മാന്താന കർത്താവ് ജ്ഞാനസ്ഥാനപ്പെടുത്തിയ ശേഷം എന്താ പറഞ്ഞത്? ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ് അല്ലേ എന്നല്ലേ പറഞ്ഞത്? യോഹന്നാൻ 1:29. യോഹന്നാൻ 1:29 യോഹന്നാൻ മാന്താന ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നുണ്ട് അപ്പോസ്തലന്മാരോട്, പ്രത്യേകിച്ച് അങ്ങയുടെ സ്വന്തം ശിഷ്യന്മാരുണ്ടല്ലോ, അന്ത്രയോസിനോടൊക്കെ എന്താ പറഞ്ഞത്? യോഹന്നാനോടൊക്കെ എന്താ പറഞ്ഞത്? ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ്, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. എന്താ വെച്ചാൽ എന്താ കാര്യം? അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ? ഏതാണത്? ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഐസയ്യാ 53:7.
കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ? അപ്പോൾ ഐസയ 53 അനുസരിച്ച് കൊണ്ടാണ് രക്ഷകൻ വന്നിരിക്കുന്നതെന്നും അവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കണമെന്ന് യോഹന്നാനെ അറിയാം. പറഞ്ഞിട്ടെന്ത് കാര്യം? മുട്ടകടി കൊണ്ട് ജയിലിൽ കിടന്ന് ഭക്ഷണം സമയത്ത് കിട്ടാതെ വന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി കക്ഷി. അതല്ലേ യോഹന്നാന് പറ്റിയത്? ജയിലിൽ കിടന്ന് മുട്ടകടി കൊണ്ട് കഴിഞ്ഞപ്പോഴേ ഉറക്കം കിട്ടത്തില്ലല്ലോ. മുട്ടകടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഉറങ്ങാൻ പറ്റത്തില്ല. 2 ദിവസത്തെ ഉറക്കം പോയി കഴിഞ്ഞപ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ വിശപ്പും ഉറക്കം നിപ്പും വന്നപ്പോൾ ഐസി അടിച്ചു പോയി. അപ്പോൾ ആരാണ്ട് പറഞ്ഞത് അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ അന്തർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി നൽകുന്നു, ഊമർക്ക് സംഭാഷണം നൽകുന്നു, മഹോദരക്ക് സെപ്പെടുത്തുന്നു. എല്ലാ പേശികളും എല്ലാ പരിചയം വരെ വന്നിട്ട് ജ്ഞാനസ്ഥാനപ്പെട്ടിട്ട് അവനെല്ലാവരും കരുണയൊക്കെ കൊടുത്ത് ആശ്രയിച്ച് വിടുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ യോഹന്നാനെ ജയിലിൽ കിടന്ന് ചോദിച്ചു, നമ്മുടെ കൈ വിട്ടു പോയെന്നാണ് തോന്നണം കേട്ടോ, ഇവനൊന്നും അല്ല ക്രിസ്തു എന്ന് പറഞ്ഞ്. എന്നാ കാര്യം? നീ പറഞ്ഞ വീശുമറൊന്നും അവൻ്റെ കയ്യിലില്ല, അപ്പം അതിലൊന്നും അവൻ കത്തിക്കണില്ല, അതിൻ്റെ കതിര് അവൻ അറപ്പറി ശേഖരിക്കണില്ല, അവൻ്റെ ഒന്നുമില്ല. എല്ലാ വേസ്റ്റുകളും വന്നിട്ട് ചെയ്യാനുള്ള എല്ലാ കോപ്പറേറ്റത്തോടും ജീവിതമുഖാലം മുഴുവൻ ചെയ്തിട്ട് ഇപ്പോൾ വന്ന് നല്ല വിള ചമഞ്ഞ് അവൻ്റെ ആശീർവാദം മേടിച്ച് ക്ഷമയും മേടിച്ച് പോകുകയാണ്. ഇതാണ് ക്രിസ്തു. താ പറഞ്ഞ ക്രിസ്തു. ക്രിസ്തുവിലിടറും. അപ്പോൾ യോഹന്നാന് വിടറി. യോഹന്നാൻ പറഞ്ഞ് അങ്ങനെയാണാ? അങ്ങനെ സംഭവിച്ചാ? അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ സംഭവിച്ചു. പേശികൾ വന്ന് എന്തുമാത്രം പേശികൾ അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. ആണോ? അപ്പോൾ യോഹന്നാൻ സംശയം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്കൂ. എന്താണ് ചോദിക്കണത്? വരാനിരിക്കണവൻ നീയാണോ? ആരാണ് ഇപ്പോൾ ചോദിക്കണത്? ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഇപ്പം മറന്നുപോയില്ല, പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി. ഇപ്പം ചോദിക്കണത് എന്താണ്? വരാനിരിക്കണോ നീ തന്നെയോ, അതോ മറ്റുള്ള ആരെങ്കിലും ഞങ്ങളിനി പ്രതീക്ഷിക്കണമോ? തീർന്നില്ലേ ജീവിതം? ഏത് യോഹന്നാൻ മാന്താനായാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. 16:1 യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ മാന്താന വരെ ഇടറിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിന് എന്ത് വില കൊടുക്കേണ്ടി വരും? ഉറപ്പല്ലേ? ക്രിസ്തുവിന് എന്ത് വില കൊടുക്കേണ്ടി വരും? വില കൊടുത്ത് വാങ്ങിക്കേണ്ടവനാണവൻ. അതുകൊണ്ട് നിനക്കിടക്ക് വരുന്ന അവോയ്ഡിങ് ഇല്ലേ, അതൊക്കെ കള പൊട്ടെന്ന് വെക്കണം. പറഞ്ഞാൽ മനസ്സിലാകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ട് നടന്നിട്ടും നമുക്ക് ചില ക്ലേശങ്ങളും രോഗങ്ങളും കടങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ പേരും വിലയും മാനവും ഒക്കെ പോകുന്ന രീതിയിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ വരുമ്പോൾ എന്നാത്തിന് പ്രാർത്ഥിച്ചിട്ട് നല്ല കഥ അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും. അപ്പോഴെന്താണ്? അതെല്ലാം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ്, വില വാങ്ങിക്കുകയാണ്. നിൻ്റെ ഓരോ അപഗണനകളും ദൈവം നിന്നോട് കാണിക്കുന്ന ക്രിസ്തുവിൻ്റെ വിലയാണ്. മനസ്സിലായോ സഹോദരങ്ങളെ? അതായത് നീ അനുഭവിക്കുന്ന ഓരോ അപഗണനകളും ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ദൈവം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ്, വിലയാണ്. ഇത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കി തരത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിലെ വിശ്വാസി ആയിരുന്നിട്ടും സൽപ്രവൃത്തി ചെയ്തിട്ടും ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങള് അപകടനകള് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി, ക്രിസ്തുവിനെ നൽകാൻ വേണ്ടി ദൈവം വാങ്ങിക്കുന്ന അച്ചാരമാണെന്ന്, അഡ്വാൻസ് ആണെന്ന് തിരിച്ചറിയാനുള്ള ആത്മാഭിഷേകത്താൽ എന്നെ നിറക്കണമേ. ദുരിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടിയായിരിക്കും അങ്ങയെ നേടുവാനും വിശ്വസിക്കുന്നു. യേശുവേ ആരാധന. വന്ദനം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയായിരുന്നു. അഥവാ പരമപിതാവും പരിശുദ്ധാത്മാവും ക്രിസ്തുവിനെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തരികയാണ്. ക്രിസ്തുവിന് അകന്നു പോകാതിരിക്കാനും
അവൻ്റെ ആത്മബന്ധത്തിൽ ആഴപ്പെടാനും അഭിഷേകത്തിന് വേണ്ടി സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളിപ്പോഴ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ആത്മബന്ധത്തിൽ ആഴപ്പെടാൻ വേണ്ടി കർത്താവേ പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഓരോ മകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെ മേലും മകന്റെ മേലും അങ്ങയുടെ വിശുദ്ധമായ ആണിപ്പെടുതാർന്ന വലത് കരം വെക്കണമേ. ആത്മജ്ഞാനത്തിന്റെ വലത് കരം വെക്കണമേ. കർത്താവേ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മബന്ധം വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണെന്ന് മനസ്സിലാക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. 14:26 അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, 16-14 അനുസരിച്ചുകൊണ്ട് കർത്താവേ വരാൻ പോകുന്ന കാര്യങ്ങള് അവൻ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് അറിഞ്ഞതുപോലെ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ കർത്താവേ അവോയ്ഡിങ് കർത്താവേ അപകടങ്ങള് ഒഴിവാക്കലുകളൊക്കെ ജീവിതത്തില് അനുഭവിക്കുമ്പോഴേ കുരിശുകള് രോഗങ്ങള് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും കർത്താവേ രോഗങ്ങള് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ കർത്താവേ നിത്യത എന്ന വലിയ ഇന്റിമസിയിലേക്ക് തന്നെ നെഞ്ചു തൊടാൻ ഹൃദയത്തെ സ്പർശിക്കാൻ തോമസിനെ വിളിച്ചത് ആദ്യം തോമസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് കർത്താവേ. അവഗണിച്ചുള്ള കർത്താവേ, തോമസ് കൂട്ടത്തിലില്ലാത്ത സമയം ദൈവമേ എനിക്കറിയാമായിരുന്നു കർത്താവേ. തോമസിന് അറിയത്തില്ലായിരുന്നു അങ്ങ് എപ്പോ വരുമെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവനെ അവഗണിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിന്റെ ആത്മബന്ധത്തില് അവനെ ആഴപ്പെടുത്താനാണെങ്കിൽ കർത്താവേ കോടി മക്കള് അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച് അങ്ങയ്ക്ക് വേണ്ടി കുരിശുകള് ജീവിതത്തിന്റെ കുരിശുകള് രോഗങ്ങള് അപകടങ്ങള് എല്ലാം ഏറ്റെടുത്തിട്ട് കർത്താവേ അവരവഗണിക്കപ്പെടുന്നപ്പോൾ അവിടെ ഭക്തി നഷ്ടപ്പെടുന്നവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവേ. ഈ ശുശ്രൂഷകൾ കർത്താവേ അവരെല്ലാം തിരിച്ചു വരാൻ ഇടയാക്കണമേ. അവരെല്ലാം ദൈവത്തിലേക്ക് വരാൻ ഇടയാക്കണമേ. അവരെല്ലാം ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് സ്നേഹത്തിന്റെ മനസ്സറിഞ്ഞ് ഐക്യപ്പെടാൻ തിരിച്ചു വരാൻ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണമേ. അപ്പോസ്തലന്മാരെ അയച്ചുകൊണ്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പറഞ്ഞതുപോലെ കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുന്നവര് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരെ അനുദപിച്ചുകൊണ്ട് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു, കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഇപ്പോൾ അവരിലേക്ക് ചൊരിയട്ടെ. ഈശോ അവർക്ക് അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ. ദൈവമേ എന്നെ അവഗണിച്ചു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, കുമാരിക്ക് പോകുന്നില്ല, എന്നാത്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിടുന്നെങ്കിൽ ഒരു പ്രലോഭനത്തിന്റെ കാലം, ഒരു ഇടത്തക്കാലങ്ങള് കർത്താവേ അറിയാതിരുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അതിനു വേണ്ടി മാത്രം ആത്മാവില്ലാണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴ് എല്ലാം ഓർത്തുകൊണ്ട് അനുദപിക്കുന്ന കർത്താവേ ഈശോ ആത്മാവിനെ നൽകണമേ. രക്ഷയുടെ കാലമറിയാൻ ആത്മാവിനെ അനുതരണമേ. ഈശോ ആത്മബന്ധത്തിന് ആഴപ്പെടാൻ അങ്ങ് കാണിക്കുന്ന അവഗണനകളുടെ സുവിശേഷ പാഠങ്ങൾ അറിയാൻ കർത്താവേ വിവേകത്തിന്റെ ആത്മാവിനാൽ നൽകണമേ. ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. എന്റെ കർത്താവേ 35 കൊല്ലത്തെ പൗരോഹിത്യത്തെ നീ അപ്പോഴനുസ്മരിക്കണമേ. എന്റെ കർത്താവേ കൃപാസ്ഥാനയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരിലും വിശ്വാസം തരയണമേ. തളർന്നു പോയവര് തളർന്നു പോയവര് എല്ലാവരിലേക്കും കർത്താവിന്റെ ആത്മാവ് നിറയട്ടെ, ആത്മധൈര്യം നിറയട്ടെ. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ സുവിശേഷ ശക്തിയാൽ ഞങ്ങള് ഇപ്പോഴ് ആത്മാവിനാൽ ഐക്യപ്പെടട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹരൂപ വന്ദനം തേടുന്നു. സ്നേഹരൂപ വന്ദനം തേടുന്നു. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു. പാടുക. ജീവാത്മാവേ ജീവാത്മാവേ
സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. സ്വർഗകാര വന്ദനം തേ വന്ദനം. ശ്രീമതാര സ്വർഗകാര വന്ദനം തേ വന്ദനം. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. കൈ നെഞ്ചത്ത് വെക്കുക. രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ നാമത്തെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോൾ സുഖപ്പെടും. കർത്താവിൻ്റെ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തും. കർത്താവ് പരിശുദ്ധമ പരപിതാവിൻ്റെയും ഈശോയുടെയും അറിവും അനുവാദവും വാങ്ങിച്ചിട്ടാണ് അപ്പോസ്തലന്മാർ ഹൃദയഘടികാരം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇത്രയും സങ്കീർണമായ ഒരു പ്രത്യക്ഷപ്പെടലിന് തയ്യാറായെങ്കിൽ അത് സ്വർഗമറിയാതെ സംഭവിച്ചിട്ടില്ല സഹോദരങ്ങളെ. ആ വലിയ സംഭവം നടന്ന അൾത്താറയെന്നാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നിന്നെ ഇപ്പോൾ സ്പർശിക്കാം. ദൈവം നിന്റെ രോഗങ്ങളെ ഇപ്പോൾ സ്പർശിക്കാം. കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുറുപാർന്ന് വലതുകരം കർത്താവെ രോഗികളുടെ ഇടങ്ങളിലെല്ലാം രോഗമുള്ള ഇടങ്ങളിലെല്ലാം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും യോഗ്യതയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. വന്ദനം തേ വന്ദനം. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ സ്നേഹത്തോടെ ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പ്രിയമുള്ളവരെ, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, അവിടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക മാർഗങ്ങൾ എല്ലാം തകർന്നവര്, കുഞ്ഞുങ്ങളെ പ്രതി വേദന അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവര്, അവിടെ സ്വഭാവ വ്യത്യാസങ്ങളിൽ വേദനപ്പെടുന്നവർ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവർ, വിവാഹമൊത്തു വരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ഉണ്ടായിട്ടും അവർ വഴിതെറ്റിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളിലും വാടക വീടുകളിലും കഴിയുന്നവർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഒന്ന് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, നൈപുണ്യ പരീക്ഷ, യോഗ്യത പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വിഷയത്തിലെല്ലാം ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സഭ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത്തോട് അകമ്പടി ചേർത്തുകൊണ്ട് ആത്മബന്ധത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത ദരിദ്രങ്ങള്, ജീവിത തടസ്സങ്ങള് എല്ലാം ഈ നിമിഷം യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്.
തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ കൊണ്ടുവരിക, എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുക. ആ കർത്താവ് നിനക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്നിരിക്കുകയാണ്. ഈ കരങ്ങൾ ഉയർത്തി യേശുവെ സ്പർശിക്കട്ടെ. അവന് ശക്തി നൽകുന്നതിനെ സൗഖ്യം നിറയട്ടെ. കർത്താവേ, എല്ലാ രോഗികളെയും ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സ്പർശിക്കണമേ. കർത്താവേ, യൂട്യൂബ് ചാനലിലും ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. കർത്താവേ, സുവാസന ശുശ്രൂഷകളെ ആശീർവദിക്കണമേ. പരിശുദ്ധപ്പെട്ട പ്രത്യക്ഷീകരണം വീണ്ടെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സുവാസനത്തിൽ കർത്താവേ, സ്കൂൾ ഓഫ് വോക്കാർഡ് നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും ദൈവസ്നേഹത്തോടെ പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കണമേ. യേശുവേ ആരാധന, യേശുവേ